നോയമ്പുകാല ചിന്തയിൽ ധ്യാനത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഇതാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വചനം. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രമാക്കും. നമ്മൾ ഓർക്കുക, ഈ 2025 ജൂബിലി വർഷത്തിൽ തിരുസഭ പ്രത്യാശയുടെ വർഷമായിട്ട് ആചരിക്കുകയാണ്. ബൈബിളിൻ്റെ ഓരോ താളുകളിലും വെളിപ്പെടുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ പ്രത്യാശയേക്കാളുപരി മനുഷ്യനെക്കുറിച്ച് പ്രത്യാശിക്കുന്നൊരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു. മനുഷ്യനെക്കുറിച്ച് ഇത്രയും സ്വപ്നം കാണുന്ന ഒരു ദൈവം വേറൊരു പുസ്തകത്തിലില്ല. മനുഷ്യനു വേണ്ടി ഇത്രയും കാര്യം ചെയ്തൊരു ദൈവം ചരിത്രത്തിലില്ല. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ ധ്യാനിച്ച വചനം ഇതാണ്. ഇതാ, നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ജലരഹിതമായ കുഴിയിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടി സ്നേഹമാണ്. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. ഉടമ്പടി സ്നേഹത്തിലേക്കുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തൊരു ഒരു മതഗ്രന്ഥങ്ങളിലും ഇല്ല മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ദൈവം. ഉടമ്പടി ചെയ്യുകയാണ് മനുഷ്യനുമായിട്ട്. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. എന്താണ് ഈ ബൈബിളിൻ്റെ പ്രത്യേകത? ബൈബിളിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? ഉടമ്പടിയുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്: ഉടമ്പടി ബന്ധം ഒരിക്കലും ഒരിക്കലും അവസാനിക്കില്ല. നീ ഉടമ്പടിയുടെ നിയമങ്ങൾ തെറ്റിച്ചത് കൊണ്ട് ഉടമ്പടി ഇല്ലാതാകുന്നില്ല. ഇങ്ങനെ ഒരു ദൈവം ചരിത്രത്തിലില്ല. നീ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ഉടമ്പടി സ്നേഹമുള്ള ദൈവമാണ്. അപ്പോൾ അതാണ്, ആ ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ സ്നേഹത്തിലേക്കുള്ള നടത്തമാണ്, ഈ ദൈവസ്നേഹത്തിലേക്കുള്ള നടത്തമാണ് നമ്മുടെ ഈ നോയമ്പ് കാലം. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തെ വിശുദ്ധീകരിക്കേണ്ടത് പാപത്തിൻ്റെ ശിക്ഷയെയോ പാപത്തിൻ്റെ ദുരന്തങ്ങളെയോ ഓർത്തല്ല. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചു നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ടാകണം. എന്താണ് ധൂർത്തപുത്രൻ ധ്യാനിച്ചത്? ധൂർത്തപുത്രൻ ധ്യാനിച്ചത് അവനെല്ലാം നഷ്ടപ്പെടുത്തി. അവൻ പിതാവിനെ മരിച്ചവനായി കണ്ട് അവൻ ഇറങ്ങിപ്പോയി. എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ സുഹൃത്ത് നഷ്ടപ്പെട്ടു, സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ അവസാനം പന്നിക്കുഴിയിലെത്തി. അവൻ നോക്കിയത്, അവനെ തിരിച്ചു നടത്തിയത് പന്നിക്കുഴിയുടെ ദാരുണാവസ്ഥയല്ല. അവനെ തിരിച്ചു നടത്തിയത് ഭക്ഷണമില്ലാത്ത അവസ്ഥയല്ല. ഇന്ന് നമ്മൾ പലരും തിരിച്ചു നടക്കുന്നത്, നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും ധ്യാനം കൂടി നവീകരിക്കാൻ പോകുന്നത്
ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം മാറാനാണ്, ഈ പ്രതിസന്ധി മാറാനാണ്, ഞാനിപ്പോൾ എനിക്കൊരു കടബാധ്യതയുണ്ടായി, ഞാൻ എത്ര പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും ഒന്ന് വിദേശത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഒരു ധ്യാനം കൂടാം. ഇതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ കണ്ടെത്തുന്ന മാനദണ്ഡം അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതല്ലേ നമ്മിൽ പലരുടെയും വിശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം? ഞാൻ അച്ഛനായി 2009 മുതൽ ഇപ്പോൾ 2025 ഈ 15 വർഷം ഞാൻ ജീവിച്ചത് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങളിലാണ്. 15 വർഷം. എനിക്കറിയാം എല്ലാവരെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എങ്കിലും ധ്യാനം കൂടാൻ വരുന്നവർ, അച്ചോ ഒരു ധ്യാനം കൂടിയാൽ OIT പരീക്ഷ ജയിക്കുമോ? എത്ര ധ്യാനം കൂടണം ഇപ്പോഴുള്ള പ്രശ്നം മാറാൻ? നമ്മൾ പലപ്പോഴും ദൈവത്തിലേക്ക് എത്തുന്നത് ഈ പ്രശ്നത്തിലേക്ക് നോക്കിയിട്ടാണ്. അതല്ല, ധൂർത്തപുത്രൻ എത്തിയത് അങ്ങനെയല്ല. ധൂർത്തപുത്രൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ധൂർത്തപുത്രൻ്റെ ഓർമ്മയിൽ പിതാവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ നടക്കാൻ. നമ്മൾ പലപ്പോഴും ഈ ശിക്ഷയെ, പ്രതിസന്ധിയെ നോക്കിയിട്ടാണ് ദൈവത്തിലേക്ക് വരുന്നത്. അല്ല, വി ഷുഡ് റിഫ്ലക്റ്റ്, വി ഷുഡ് റിക്കളക്ട് ദ ലവ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കണം. ഈ ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഒരു സംഭവം പറയുന്നുണ്ട്. സംഭവം ഇതാണ്: തൻ്റെ കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ ബിഷപ്പ് ഷീൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഈ കുട്ടികൾ ധാരാളം വന്ന് ചുറ്റും കൂടും. അപ്പോൾ അതിൻ്റെ കാരണം, കുട്ടികൾ ഇങ്ങനെ ഓടി വന്ന് സ്തുതി കൊടുക്കാനൊക്കെ വരുന്നതിൻ്റെ കാരണം, ബിഷപ്പിൻ്റെ പോക്കറ്റിൽ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാകും. ഈ ചോക്ലേറ്റ് കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസവും തൻ്റെ അമ്മയുടെ കൂടെ വരുന്നൊരു ഒരു കുഞ്ഞ് പെൺകുട്ടിയുണ്ട്. അപ്പോൾ ബിഷപ്പ് ഒരു ദിവസം ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കുന്നു. ഈ കുട്ടി ഓടി വന്ന് കൈ നീട്ടും. പക്ഷേ ഈ കുട്ടി കൈ നീട്ടിയപ്പോൾ മാത്രം ബിഷപ്പ് ചോക്ലേറ്റ് കൊടുത്തില്ല. ബാക്കി എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. അങ്ങനെ എല്ലാവരും ചോക്ലേറ്റൊക്കെ മേടിച്ചു. പക്ഷേ ഈ കുട്ടി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് ഒരു ചോദ്യം ചോദിച്ചു. ബിഷപ്പ് ഷീൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഈ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ബാക്കി ചോക്ലേറ്റ് എല്ലാം നിനക്കുള്ളതാ, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ, നിനക്ക് എന്നോട്, ബിഷപ്പിനോട് എന്തോരം സ്നേഹമുണ്ട്? അപ്പോൾ നമുക്കറിയാം, കുട്ടികളോട് അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ കൈ കാണിക്കും, ഇത്രയും സ്നേഹമുണ്ട്. അപ്പോൾ ബിഷപ്പിനത് സംതൃപ്തി നൽകി, ഇത്രയും സ്നേഹമുണ്ട്. ഇത് കൈ ഉരുട്ടി കാണിച്ചു. ബിഷപ്പിന് തൃപ്തി വന്നില്ല. വീണ്ടും ഈ ബിഷപ്പ് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ? അപ്പോൾ അത്രയല്ലല്ലോ, കുറച്ചുകൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുട്ടി 2 കൈയും കാണിച്ചു. അപ്പോൾ ബിഷപ്പ് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ? അപ്പോൾ കുട്ടികൾ ചോക്ലേറ്റ് വാങ്ങിച്ച് പോകുന്നു, അവർ കഴിക്കാൻ തുടങ്ങുന്നു. തനിക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ കുറച്ചുകൂടി കൈ എക്സ്റ്റെൻഡ് ചെയ്തു, കൈ കുറച്ചുകൂടി വ്യാപിപ്പിച്ചു. അപ്പോഴും ബിഷപ്പിൻ്റെ മുഖത്ത് സന്തോഷമില്ല. വീണ്ടും ബിഷപ്പ് ചോദിച്ചു, ഇത്രയും സ്നേഹമുള്ളൂ? അപ്പോൾ ഈ ബിഷപ്പിനോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ പറ്റുന്നില്ല, ഈ ചോക്ലേറ്റ് കിട്ടുന്നില്ല, ഇതിൻ്റെ എല്ലാ സങ്കടം. അവസാനം ഈ കുട്ടി 2 കരങ്ങളും നിവർത്തി പിടിച്ചു. അപ്പോൾ നിവർത്തി പിടിച്ചപ്പോൾ ചോക്ലേറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടം, ഈ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ അവസ്ഥ, ഇതെല്ലാമായപ്പോൾ നമുക്കറിയാം, കുട്ടികൾക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കരയും. ഇത് കരയാൻ തുടങ്ങി. കരയുക, കണ്ണുനീര് വരുന്നില്ല, പക്ഷെ കണ്ണുനീര് രണ്ടും ഈ കുട്ടികളുടെ കണ്ണുകളിൽ കണ്ണുനീര് ഇങ്ങനെ താഴത്തേക്ക് വീഴാതെ വന്ന് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കും. ഇങ്ങനെ വിങ്ങിപ്പൊട്ടി എനിക്ക് ഇത്രയും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടി 2 കരവും വിരിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട്, ഈ സംഭവം വിവരിച്ചിട്ട് തൊട്ടടിയിൽ ബിഷപ്പ് ഷീൻ പറയുന്ന കാര്യമുണ്ട്. ആ കുട്ടിയുടെ വിരിച്ച കരങ്ങളിൽ, നിറഞ്ഞ കണ്ണുകളിൽ എനിക്ക് മനസ്സിലായി ക്രൂശിതൻ്റെ വിരിച്ച കരങ്ങളുടെ അർത്ഥം എന്തെന്ന്. എനിക്ക് ഇത്രയും സ്നേഹമാണ്, അവസാനത്തുള്ള രക്തം വരെ ചിന്തിക്കൊണ്ട് പറയാൻ അവൻ ബാക്കി വച്ച ഒരൊറ്റ കാര്യമുള്ളൂ:
അത്രയും സ്നേഹമാണ്. പ്രിയപ്പെട്ടവർ, ഈ സ്നേഹത്തെ അതാണ് ഉടമ്പടി സ്നേഹം. മാറുന്നില്ല. നീ ഒറ്റിക്കൊടുത്തിട്ട്, നീ തള്ളിപ്പറഞ്ഞിട്ട്, നീ അവഗണിച്ചിട്ട്, നീ കുരിശിൻ്റെ വഴിയിൽ ഓടിപ്പോയിട്ട് ആ സ്നേഹത്തിന് മാറ്റമില്ല. ആ സ്നേഹത്തിന് മാറ്റമില്ല. അതാണ് ഉടമ്പടി സ്നേഹം. ആ സ്നേഹത്തിന് മാറ്റമില്ല. അപ്പോൾ ഉടമ്പടി സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. 2, ഉടമ്പടി സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, മാരേജ് എ കവനന്റ് ലവ്. വിവാഹം എന്നത് ഉടമ്പടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിവാഹം കത്തോലിക്ക സഭ ഉടമ്പടിയായിട്ടാണ് കാണുന്നത്. ഉടമ്പടി സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഉടമ്പടി സ്നേഹത്തിൻ്റെ പ്രത്യേകത, ഉടമ്പടി ആരുമായിട്ടുണ്ടാക്കുന്നുവോ ആ വ്യക്തി പൂർണ്ണമായിട്ടും അവർക്കുള്ളതാണ്. ഉടമ്പടി സ്നേഹത്തിൻ്റെ പ്രത്യേകത, ഇനി എനിക്കുള്ളതല്ല, ഐ ആം ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടിയാണ്. ഇതാണ് ഉടമ്പടി സ്നേഹം. ഇതാണ് ബൈബിളിൽ വെളിപ്പെടുന്ന, അവൻ അവസാനത്തുള്ള രക്തം വരെ നൽകി സ്നേഹിച്ചു. നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. ഇതാണ്. ഇനിയൊന്നും കൊടുക്കാനില്ല. അവിടുത്തെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തി, ഇവൻ്റെ സാക്ഷ്യം സത്യമാണ്. എന്താ സാക്ഷ്യം? എന്താ? ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അവർക്കത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. എന്താ സാക്ഷ്യം? എന്താ? അവിടുന്ന് തന്നെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, അവൻ വഴി സകലരും രക്ഷ പ്രാപിക്കുവാൻ. ഇതാ, അവസാനമുള്ള രക്തം വരെ ഒഴുകിയപ്പോൾ ആ വാഗ്ദാനം, ഞാൻ അവരുമായിട്ട് രക്തം കൊണ്ടുള്ള ഉടമ്പടി നിമിത്തം, എൻ്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടി നിമിത്തം പ്രവാസികളെ ജലരഹിതമായ കുഴിയിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. നോയമ്പ് കാലഘട്ടം ഈ സ്നേഹത്തിലേക്ക് നമ്മൾ നടക്കാനുള്ള കാലഘട്ടമാണ്. നോയമ്പ് കാലഘട്ടം ഈ സ്നേഹത്തെ ധ്യാനിക്കാനുള്ള കാലഘട്ടമാണ്. എന്തെല്ലാം യേശുവിലുണ്ടോ, അല്ലേ? യേശുവിൽ എന്തെല്ലാം ഉണ്ട്? ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 1:20, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേന്ന് തന്നെയാണ്. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നു, ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് യേശു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി സ്നേഹത്തിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം എൻ്റേതായിട്ട് മാറുന്നു. ദൈവം അവനെ പൂർണ്ണമായിട്ടും എനിക്ക് തരുന്നു. ഒന്നും ബാക്കി വയ്ക്കാതെ ആ ദൈവം തന്നെ എനിക്ക് തരുന്നു. ഇതാണ് ഉടമ്പടി സ്നേഹം. ഈ 2 പ്രത്യേകതയാണ് ഉടമ്പടി സ്നേഹത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഞാൻ തെറ്റിച്ചത് കൊണ്ട് മാറുന്നില്ല സ്നേഹം, അല്ലേ? നമുക്ക് ഒരുപാട് പരിചിതമായ വചനം യെശയ്യാ 54:10, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയില്ല. എന്ന് വെച്ചാൽ, പ്രവാസത്തിൽ കഴിയുന്ന, അടിമത്തത്തിൽ കഴിയുന്ന, തന്നെ ഉപേക്ഷിച്ചു പോയ, തൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ തന്നെ വിട്ടുപോയ ഒരു ജനത്തോട് ദൈവം പറയുന്ന വചനമാണ്, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല. മലകൾ അകന്നു പോകാം, കുന്നുകൾ മാറ്റപ്പെടാം, എൻ്റെ സ്നേഹം പിരിയില്ല. ഇതാണ് ഈ സ്നേഹത്തെ ധ്യാനിക്കൽ, ഈ സ്നേഹത്തിലേക്ക് നടക്കൽ. അതാണ് നോയമ്പ് കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, 2, ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ഞാൻ അനുഭവിക്കേണ്ടത്, അവൻ എനിക്ക് അവനെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്നു. അവനെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്നു. നമുക്കറിയാം, തിരുസഭ പഠിപ്പിക്കുകയാണ്, വിവാഹം ഒരു ഉടമ്പടിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഭർത്താവ്, ആ ഭാര്യ എല്ലാം തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൊടുക്കുന്നു. എല്ലാം കൊടുക്കുന്നു. മനസ്സ്, ശരീരം, എല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഒരു വിവാഹ ജീവിതം പോലും എത്തേണ്ടത് ഈ ഉടമ്പടി സ്നേഹത്തിലേക്കാണ്. ഒരിക്കലും മാറാത്ത, കൊടുക്കേണ്ട ഒന്ന്. ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ ഒരു കുടുംബം ധ്യാനിക്കാൻ വന്നു. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത, ഇവർ വലിയ ഈ സഹോദരിയുടെ പ്രത്യേകത, സഹോദരിയേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ വീട്ടിലൊന്നും വരില്ല. ഹസ്ബൻഡ് മദ്യപിച്ച് ഇങ്ങനെ അദ്ദേഹം നടക്കുന്ന വ്യക്തിയാണ്. ഈ സഹോദരി, അപ്പോൾ ഈ സഹോദരി മകൾ ഉണ്ട്. ഇടയ്ക്ക് ഹസ്ബൻഡ് വരും.
ഇപ്പോൾ ഈ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഹസ്ബൻഡ് വരും. അദ്ദേഹം ഇങ്ങനെ വാഹനം ഓടിക്കുക, ലോറി ദൂരദേശങ്ങളിലേക്ക് വാഹനം ഓടിക്കുക. അപ്പോൾ ഈ സഹോദരി മാമോദിസ സ്വീകരിച്ച് യേശുവിനെ അറിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അപ്പോൾ അധികം വർഷങ്ങളായിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഈ സഹോദരി അതിനുശേഷം മാമോദിസ സ്വീകരിച്ചതിന് ശേഷം ഈ സഹോദരി വിവാഹം കഴിച്ചു. പക്ഷേ ആ വിവാഹ ജീവിതം വലിയൊരു പരാജയമായിരുന്നു. ഈ മദ്യപിക്കുന്ന വ്യക്തി, സകല തോന്നിവാസങ്ങളും തിന്മകളുമുള്ളൊരു വ്യക്തി. ഇപ്പോൾ ഈ സഹോദരി വന്നിരിക്കുന്നത് ഒരു വലിയ സങ്കടവുമായിട്ട്. ഹസ്ബൻഡ് കൂടെയുണ്ട്, ധ്യാനത്തിന് വന്നിട്ടുണ്ട്. കാരണം ഇതാണ്, ഈ ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞു ഒരു രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് HIV പോസിറ്റീവാണ്. അപ്പോൾ ഭാര്യ മകൾക്കെല്ലാം അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവർക്കത് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞു. നമുക്കിവിടെ വിൻസെൻ്റ് ഹോമുണ്ട്, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം. സഹോദരി ഒരു കാര്യം ചെയ്യ്, മോളിപ്പോൾ ഹോസ്റ്റലിലാണല്ലോ, സഹോദരി ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ ജോലിക്ക് പോ, ഹസ്ബൻഡിനെ ഇവിടെ ആക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഹസ്ബൻഡ് അടുത്ത കസേരയിരിപ്പുണ്ട്, ഞാനിവിടെ നിന്നുകൊള്ളാം എന്ന് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം, ഭയങ്കരമായിട്ട് ഈ ഭർത്താവ് ഉപദ്രവിക്കും, ഒരു നോട്ടവുമില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം ഭാര്യയുടെ അടുത്ത് വരും, വീട്ടിൽ വരും. അതിനപ്പുറത്ത് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു മനുഷ്യൻ. ഈ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചു കൊള്ളാം, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിച്ചു കൊള്ളാം, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം, ഇവിടെ ഈ സ്ഥാപനത്തിലാക്കണ്ട അച്ഛാ, ഞാൻ നോക്കിക്കൊള്ളാം. ഈ സ്ത്രീ പറഞ്ഞൊരു കാര്യം, അച്ഛാ മാമോദിസ കഴിഞ്ഞ് 6 നാൾ കഴിയുമ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം. വിവാഹാവസരത്തിൽ ഓർമ്മയോടെയോ അറിവോടുകൂടിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല, ഇന്നു മുതൽ മരണം വരെ. അച്ഛാ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ സഹോദരി ഒരു 23 വയസ്സ് വരെ മറ്റൊരു സമൂഹത്തിൽ ജീവിച്ചതാണ്, മറ്റൊരു അക്രൈസ്തവ സമൂഹത്തിൽ ജീവിച്ചതാണ്. അവൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നു, അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ അവളെ നയിച്ചവർ എടുത്തൊരു തീരുമാനം ആയിരുന്നു ഈ വിവാഹം. അവൾ വിവാഹിതയായി. എന്നാൽ അതൊരു ദുരന്തമായിട്ട് മാറുന്നു. പക്ഷേ വെറും 6 ദിവസങ്ങൾക്കപ്പുറത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് അതിനിപ്പുറത്ത് വിവാഹം കഴിച്ചവൾ, അവളുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അവൾ ആദ്യം പറഞ്ഞത്, ഇതൊരു ഉടമ്പടിയല്ലേ, ഇത് മരണം വരെയല്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു. അതിൻ്റെ കാരണം അവൾ കാറ്റഗിസം ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അവൾ പറഞ്ഞ 2 കാര്യങ്ങൾ, അച്ഛാ എനിക്ക് എങ്ങനെയൊക്കെ എൻ്റെ ഭർത്താവിന് എന്നെ കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കും. ഞാനൊരിക്കലും എന്ത് ചെയ്താലും എനിക്ക് ഒരു വെറുപ്പുമില്ല, ഞാൻ സ്നേഹിക്കും. അവൻ ചങ്കിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാ ജീവിതം മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സ്നേഹത്തെ അനുഭവിക്കുക, അല്ലേ? ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയാണ്. അവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല വന്നത്, അവൻ വന്നത് ഈ പിതാവിൻ്റെ സ്നേഹത്തിലേക്കാണ്. ഈ നോയമ്പ് കാലഘട്ടം നമ്മുടെ സ്വകാര്യത നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തോരം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈ ബൈബിൾ വെളിപ്പെടുത്തി ഇങ്ങനെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ നമുക്കെവിടെ കാണാൻ പറ്റും?
പ്രിയപ്പെട്ടവരെ, അമ്മ മറന്നാലും നിന്നെ മറക്കില്ല എന്ന് പറയുന്നൊരു പുസ്തകം, നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തുന്നൊരു ദൈവത്തെ നീ കണ്ടുമുട്ടുന്നൊരു പുസ്തകം, അത് ബൈബിളാണ്. അതിനാൽ ഈ ഉടമ്പടി സ്നേഹത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ നോയമ്പുകാല യാത്ര. ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ഈ ശുശ്രൂഷ നമ്മെ നയിക്കേണ്ടത് ഈ ഒരു ചിന്തയിലേക്കാണ്. എന്തോരം ദൈവം സ്നേഹിക്കുന്നു. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ പിന്നെ ബൈബിളിൻ്റെ ഓരോ താളുകളിലും ഈ ദൈവം കണ്ണിമ ചിമ്മാതെ നോക്കുന്നത് ഈ മനുഷ്യനെയാണ്. അവൻ്റെ വിശപ്പിൽ അപ്പമാകുന്ന, അവൻ്റെ കൊടുംവെയിലിൽ തണലാകുന്ന, അവൻ്റെ കൂരിരുട്ടിൽ പ്രകാശമാകുന്ന, അവൻ്റെ ഒറ്റപ്പെടലുകളിൽ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ദൈവത്തെ അനുഭവിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നോയമ്പ് കാലം. അതിനാൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ സ്നേഹത്തിലേക്ക് വളരുക, ഈ സ്നേഹത്തെ ധ്യാനിക്കുക. അതാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനം ഇതാണ്. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വചനം. പ്രാർത്ഥിക്കുക, കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം പല ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഈ ഉടമ്പടി സ്നേഹത്തിലേക്ക് യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം ഇതാണ്. നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രമാക്കും. ദൈവമേ, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും പല പ്രവാസത്തിലാണ്, പല അടിമത്തത്തിലാണ്. രോഗത്തിൻ്റെ, തകർച്ചയുടെ, ലഹരിയുടെ, മദ്യപാനത്തിൻ്റെ, വെറുപ്പിൻ്റെ അടിമത്തത്തിലാണ്. ദൈവമേ, രക്തം വഴി ഞാൻ അവരെ മോചിപ്പിക്കും എന്നുള്ള നിൻ്റെ വാഗ്ദാനം ഞങ്ങളുടെ മേൽ വരട്ടെ. ഈ വചനം ഇന്ന് അഭിഷേകമായിട്ട് മാറട്ടെ. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് ബന്ധനങ്ങൾ, ഒരുപാട് കെട്ടുകൾ, ഒരുപാട് അസ്വസ്ഥതകൾ ഈ വചനത്താൽ അഴിയപ്പെടട്ടെ. കർത്താവെ, നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. സ്നേഹമേ ദിവ്യസ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. സ്നേഹമേ ദിവ്യസ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ
നിത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. ദിവ്യ സ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനവിധാണ് സക്രിയ പ്രവചനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വചനം. നീയുമായുള്ള എൻ്റെ ഉടമ്പടി രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രമാക്കും. അടുത്തൊരു വചനം കൂടി, പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രത്യാശയുടെ തടവുകാരെ, പ്രിയപ്പെട്ടവരെ, ഈ വർഷം പ്രത്യാശയുടെ വർഷമായി തിരുസഭ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ഈ പ്രത്യാശയുടെ തടവുകാര്. പ്രത്യാശയുടെ തടവുകാരെ, രക്ഷാദുർഗങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വചനം പറയുകയാണ്, നീയുമായി ഉള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ജലരഹിതമായ കുഴിയിൽ നിന്ന് ഞാൻ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിച്ച കാര്യം ഇതാണ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും സ്വപുത്രനെ നമുക്ക് ബലിയായി നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തേക്ക് ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, മറിച്ച് അവൻ വഴി സകലരും രക്ഷ പ്രാപിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, അതിനാൽ നോയമ്പ് കാലഘട്ടം ഈ സ്നേഹത്തിലേക്ക് നമ്മൾ നടക്കുന്ന കാലഘട്ടമായിട്ട് പരിശുദ്ധാത്മാവ് മാറ്റണം. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, ലോകത്തിൽ ഇങ്ങനെ ഒരു സ്നേഹം എവിടെയും കാണാൻ പറ്റില്ല. ഇതാ, ഒരു ദൈവം തൻ്റെ ജനവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടി ഇതാണ്, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഇത് ഒരു കോൺട്രാക്റ്റ് അല്ല, ഇതൊരു കവനൻ്റ് ആണ്. ഈ തീരുമാനം, ഞാൻ അവരുടെ ദൈവമായിരിക്കും എന്നത് ഒരു കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. എന്ന് വച്ചാൽ, അവർ എന്നെ അനുസരിക്കാതിരിക്കുമ്പോഴും, അവർ എനിക്ക് വിരോധമായിട്ട് പെരുമാറുമ്പോഴും, അവർ എൻ്റെ വാക്ക് ധിക്കരിച്ച് നടക്കുമ്പോഴും, ഐ വിൽ ബി ദെയർ ഗോഡ്, ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദം. ഞാൻ അവരുടെ ദൈവമായിരിക്കും. അവർക്ക് വേണ്ടി എവിടെയൊക്കെ നിൽക്കണമോ അവിടെയെല്ലാം ഞാൻ നിൽക്കും. ഇങ്ങനെ പറയുന്നൊരു ദൈവത്തെ കാട്ടിത്തരുന്ന ഒരേ ഒരു പുസ്തകം ബൈബിൾ മാത്രമാണ്. നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ പാപത്തിൽ നിന്ന് മാറേണ്ടത് പാപത്തിൻ്റെ ശിക്ഷയെ ഓർത്തല്ല, പാപത്തിൻ്റെ ശാപത്തെ ഓർത്തല്ല. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യം പാപത്തിന് ശിക്ഷയുണ്ട് എന്നതാണ്, പാപത്തിന് ശാപമുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശിക്ഷയെ ഓർത്തല്ല, പാപത്തിൻ്റെ ശാപത്തെ ഓർത്തല്ല നമ്മൾ, പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് മാറേണ്ടത്. മറിച്ച് പ്രത്യാശയോടെ എന്നെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ പദ്ധതികൾ മെനഞ്ഞ് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ടാകണം നമ്മൾ പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നടക്കേണ്ടത്. ഒരു നിമിഷം ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇതാ വചനം പറയുന്നു, യേശയ്യ 54:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം
ഒരിക്കലും നിന്നെ വിട്ടുപിരിയുകയില്ല. പ്രിയപ്പെട്ടവരെ, എവിടെ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും, ഏത് പാപത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും, നീ നിൽക്കുന്നത് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ് എന്ന് വചനം ഇതാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മലകൾ അകന്നു പോകാം, കുന്നുകൾ മാറ്റപ്പെടാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൈവം, എന്ന് ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവസ്നേഹത്തിലേക്ക് വരിക എന്നതാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപ. നമുക്കൊരു നിമിഷം 2 കരങ്ങളും ഉയർത്താം. കരങ്ങൾ രണ്ടും പൂർണ്ണമായിട്ട് ഉയർത്തി ഈശോയെ ഇപ്പോൾ സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നുണ്ട് 1 യോഹന്നാൻ 4 പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട്. പല കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന മക്കൾ, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി എന്താകുമെന്നോർത്ത് ഭയപ്പെടുന്നു. എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോർത്ത് ഭയപ്പെടുന്നു. ഇനി എൻ്റെ ഭാവി എന്താകുമെന്നോർത്ത് ഭയപ്പെടുന്നു. എൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ എന്താകും, എൻ്റെ ജോലി എന്താകും, എൻ്റെ ബിസിനസ് എന്താകും, എൻ്റെ വിവാഹ ജീവിതം എന്താകും, ഇങ്ങനെ പല കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട്. എന്നാൽ വചനം പറയുന്നു, പൂർണ്ണമായ സ്നേഹം ഭയത്തെ നിർമാർജനം ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ നിമിഷം ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലും ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സക്രിയ 9:11 അഭിഷേകം അനേകം കുടുംബങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യമാ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. അങ്ങേ ദിവ്യമാ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. അങ്ങേ ദിവ്യമാ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ നാഥാ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിച്ചത് ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തെക്കുറിച്ചാണ്. ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം. ഉടമ്പടി സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും ബ്രേക്കപ്പ് ആകുന്നില്ല. അത് നിത്യമായതാണ്. മറ്റൊരാൾ ലംഘിക്കുന്നത് കൊണ്ട് അത് മാറുന്നില്ല. നമ്മൾ ഓർക്കുക, ഇസ്രായേൽ ജനം എത്രയോ തവണയാണ്, എത്രയോ ഇടങ്ങളിലാണ് ഇസ്രായേൽ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ലംഘിക്കുന്നത്. എത്രയോ തവണയാണ് ദൈവത്തിൻ്റെ സ്വരം ധിക്കരിക്കുന്നത്. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാൻ മടിക്കില്ലേ? ചിലപ്പോഴൊക്കെ അവരെൻ്റെ ആണ് എന്ന് പറയാൻ നമുക്കൊരു മടി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്പൻ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും മുൻപിൽ നിന്ന വ്യക്തി. മകൻ ഒരു കേസിൽപ്പെട്ടു. മകൻ കുറച്ച് ദിവസങ്ങൾ ജയിലിൽ കിടന്നു. ഈ അപ്പൻ പള്ളിയിൽ പോകാതെയായി. ഈ അപ്പൻ പറഞ്ഞു, എൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് മടിയാണ്. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എന്നാൽ പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനത, ഒരു രാജാവിൻ്റെ പാദസേവ ചെയ്യുന്നൊരു ജനത, അത്ര വില കെട്ടുപോയ ഒരു ജനത, ആ ജനതയെക്കുറിച്ച് ദൈവം പറയുന്നു,
നിങ്ങൾ എൻ്റേതാണ്. ഒരിക്കലും മാറാത്ത ഉടമ്പടി, ഒരിക്കലും മാറാത്ത ഉടമ്പടി. അതാണ് വചനം പറയുന്നത്, പെറ്റമ്മ മറക്കാം, എന്നാൽ ഞാൻ നിന്നെ മറക്കില്ല. ഈ സ്നേഹത്തെ തിരിച്ചറിയുക. നീ ഇപ്പോൾ നിൽക്കുന്നു. ഒരു പക്ഷേ നീ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ ആരും കാണുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നു. ഏത് പ്രതിസന്ധിയിൽ, ഏത് പ്രശ്നത്തിൽ, ഏത് വലിയ ദുരന്തത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നീ നിൽക്കുന്നത് സ്നേഹിക്കുന്നൊരു ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ്. നീ നോക്കേണ്ടത് ഈ സ്നേഹിക്കുന്ന ദൈവത്തിലേക്കാണ്. ഒരു പക്ഷേ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നു. ഒരു പക്ഷേ തകർന്നൊരു ജീവിതമാണ് എൻ്റേതെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട മനസ്സുമായിട്ട് നിൽക്കുമ്പോൾ ഇതാ ഞാൻ നിൻ്റേതാണ് എന്ന് പറയുന്നൊരു ദൈവം, ഞാൻ നിനക്ക് കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവം, നീ എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നൊരു ദൈവം, നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും, ഭയപ്പെടേണ്ട, ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നൊരു ദൈവത്തെ ബൈബിൾ പറഞ്ഞു വയ്ക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ഒരു ഉറപ്പ് നിന്റെ ചങ്കിൻ്റെ അകത്ത് അഭിഷേകമായിട്ട് മാറട്ടെ. ഒരു പക്ഷേ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നു, പരാജയപ്പെട്ടു പോയൊരു ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് ചിന്തിക്കുന്നു, ഭാരപ്പെട്ട് നിൽക്കുന്നൊരു ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് ചിന്തിക്കുന്നു, എന്നെ മനസ്സിലാക്കാനോ എന്നെ ഉൾക്കൊള്ളുവാനോ എന്നെ അംഗീകരിക്കുവാനോ ആരുമില്ല എന്ന വേദനയോടെ ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തിയോട് ദൈവം പറയുന്നു, ഐ ആം ഹിയർ ഫോർ യു. ഞാൻ ഇവിടെയുണ്ട് നിനക്ക് വേണ്ടി, ഞാൻ നിനക്ക് വേണ്ടിയുണ്ട്, ഞാൻ നിന്റെ ദൈവമാണ്, നീ എൻ്റേതാണെന്ന് പറയുന്നൊരു ദൈവം. ഈ അഭിഷേകം, ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം ഓരോ ഹൃദയങ്ങളിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ഹൃദയങ്ങളിലേക്കും ഈ സ്നേഹത്തിൻ്റെ അഭിഷേകം ഇറങ്ങട്ടെ. ഈ സ്നേഹം അനേകം ഭയത്തെ മാറ്റട്ടെ. പല കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ട് നിൽക്കുന്നവർ, കാര്യത്തെ ഓർത്ത് ദുഃഖിക്കുന്നവർ, പല കാര്യത്തെ ഓർത്ത് ആകുലപ്പെട്ട് നിൽക്കുന്നവർ, എല്ലാ ഭയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ആകുലതയുടെ ആത്മാവ് ഈ നിമിഷം അഴിഞ്ഞു വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, praise to Jesus. Hallelujah, 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 hallelujah. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേ, നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോ മനപ്പേ, വളർത്തി നൂളമാക്കി തിരുനാമ മഹത്വത്തിനാ, വളർത്തി നോളമാക്കി തിരുനാമ മഹത്വത്തിനാ, വളർത്തി നൂളമാക്കി തിരുനാമ മഹത്വത്തിനാ, വളർത്തി നോളമാക്കി തിരുനാമ മഹത്വത്തിനാ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ 1 John chapter 4 verse 18, 1 യോഹന്നാൻ 4:18, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിച്ചിരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വചനം പറയുന്നത്? ഈ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഉടമ്പടിയുടെ രണ്ടാമത്തെ തലം. ഉടമ്പടിയുടെ പ്രത്യേകത ഇതാണ്.
ദൈവം നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ്? ആ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിയുടേതായതെല്ലാം ഇനി മറ്റൊരാളുടേതാ. ദൈവം നമ്മളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെതെല്ലാം നമ്മുടേതാണ്. ദൈവത്തിൻ്റെ എല്ലാം നമ്മുടേതായിട്ട് മാറുന്നു. ഈ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നു. ഒരുപക്ഷെ ഒരു രോഗത്തെ ഓർത്ത് ഭയപ്പെടുന്നു. ചിലപ്പോൾ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് രോഗത്തെക്കുറിച്ച് ഭയമുണ്ടോ? ഇപ്പോൾ വലിയൊരു കടബാധ്യതയിൽ നിൽക്കുന്ന വ്യക്തിയാകാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഈ കടബാധ്യത എന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോൾ മക്കളെ ഓർത്തുള്ള ദുഃഖത്തിൽ ഭയത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാകാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ആ മക്കളുടെ പ്രശ്നം എന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഭയത്തിൻ്റെ കീഴിലാണോ? ഈ ഭയത്തിൻ്റെ കീഴിലാണെങ്കിൽ വചനം പറയുന്നു, നീ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. എന്താണ് സ്നേഹം? യേശുവിനെ എനിക്ക് പൂർണ്ണമായിട്ട് നൽകി. അതാണ് ഉടമ്പടി സ്നേഹം. യേശുവിനുള്ളതെല്ലാം എൻ്റേതാണ്. യേശുവിനുള്ളത് മുഴുവനും എൻ്റേതാണ്, അല്ലേ? അതുകൊണ്ടാണ് പൗലോസ് ലീഹ കൊറിന്തോസുകാർ 2 Corinthians chapter 1 verse 20, 2 Corinthians 1:20 അതിൽ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പം നമുക്കറിയാം, ദൈവം ബൈബിളിൽ ഒരുപാട് വാഗ്ദാനം നൽകുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഇതാ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സമ്പത്ത്, നിൻ്റെ വയൽ, നിൻ്റെ കൃഷിയിടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ടോ ആ വാഗ്ദാനങ്ങൾ മുഴുവനും യേശുവിലുണ്ട്. എന്നിട്ട് വചനം പറയുകയാണ്, ഈ യേശുവിനെ പിതാവ് പൂർണ്ണമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിനെ നൽകിയെന്ന് പറയുമ്പോൾ ഈ ബൈബിളിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടോ ആ വാഗ്ദാനങ്ങളെല്ലാം യേശുവിലൂടെ എന്നിലേക്ക് വരുന്നു. അതിനാൽ ഉടമ്പടി സ്നേഹത്തിൽ വെളിപ്പെടുന്നത് അതാണ്, യേശു എൻ്റേതായിട്ട് മാറുന്നു. യേശു പൂർണ്ണമായിട്ടും അവനെല്ലാം നൽകുന്നു, അല്ലേ? ഇതാ പൂർണ്ണമായിരിക്കുന്നു, അല്ലേ? അതാണ് കുരിശിൽ ഈശോ പറയുന്ന വചനം. ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പിതാവേ എല്ലാം പൂർണ്ണമായി, പിതാവേ എല്ലാം പൂർണ്ണമായി എന്ന് പറയുമ്പോൾ, എല്ലാം പൂർണ്ണമായി എന്ന് വചനം പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇനി ഒന്നും നൽകാനില്ല, ഇനി ഒന്നും നൽകാനില്ല. ഞാൻ എല്ലാം എന്നെ പൂർണ്ണമായും അവർക്ക് നൽകി എന്ന് വചനം പറയുന്നു. നമുക്കൊരു നിമിഷം 2 കരങ്ങളും ഈശോയുടെ അടുത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇത് യേശുവിനെ തന്നെ, അവൻ്റെ ശരീരം, രക്തം, അവസാന തുള്ളി രക്തം വരെ നൽകുന്നു. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. പിതാവേ എല്ലാം പൂർണ്ണമായിരിക്കുന്നു, എല്ലാം പൂർണ്ണമാക്കിയിരിക്കുന്നു, എല്ലാം പൂർണ്ണമായി. ഇതാ ഈ നിമിഷം ഇതാ യേശു പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ നൽകുന്നു. യേശു പൂർണ്ണമായിട്ട് യേശുവിനെ തന്നെ നമുക്ക് നൽകുന്നു. 2 കരങ്ങളും ഉയർത്തി ഈ നിമിഷം നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നിമിഷം ഞങ്ങളിൽ ഈ അഭിഷേകം നിറയ്ക്കണമേ. യേശു എൻ്റേതാണ്, യേശു പൂർണ്ണമായിട്ട്, യേശുവിനുള്ളതെല്ലാം എൻ്റേതാണ് എന്ന് പഠിപ്പിക്കുന്നൊരു സ്നേഹം, ആ സ്നേഹത്തിലേക്ക് എന്നെ നടത്തണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ജീസസ്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രാണൻ പോലും ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ.
നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഒരേ ഒരു പുസ്തകം, ലോകത്തിൽ ഒരേ ഒരു പുസ്തകം ദൈവത്തിന് നൽകുന്ന നിർവചനം എല്ലാവർക്കും, ലോകത്തിൽ മനുഷ്യനായിട്ട് ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ആ ദൈവത്തെ വേണം. കാരണം ആ ദൈവത്തിന് ബൈബിൾ നൽകുന്നൊരു നിർവചനമുണ്ട്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഈ ഭൂമിയിൽ ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, ഏത് വർഗത്തിൽ, ഏത് ദേശത്ത് പിറന്ന വ്യക്തിയാണെങ്കിലും സ്നേഹിക്കാൻ, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. ഇതാ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം എന്നിലേക്ക് ഒഴുകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്, യേശുവിലൂടെയാണ്. നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ ഈ ഉടമ്പടി സ്നേഹത്തിലേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നത്. ഒരിക്കലും മാറാത്ത, ഒരിക്കലും ബ്രേക്കപ്പ് ആകാത്ത, ഒരിക്കലും വീഴ്ച വരാത്ത, എപ്പോഴും ഏതവസ്ഥയിലും സ്നേഹിക്കുന്ന ആ സ്നേഹം, പൂർണ്ണമായിട്ട് ദൈവത്തെ എനിക്ക് നൽകുന്ന സ്നേഹം, ആ സ്നേഹത്തിലേക്കാണ് ഞാൻ വരേണ്ടത്, എൻ്റെ കുടുംബം വരേണ്ടത്. ആ സ്നേഹത്തിൽ ഞാൻ വളരുക, ആ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുക. അതാണ് നോയമ്പ് കാലം എന്നെ ക്ഷണിക്കുന്നത്. ഇതെനിക്ക് സ്നേഹത്തിൽ വളരാനുള്ള കാലഘട്ടമാണ്. ഇതെനിക്ക് സ്നേഹം കൊടുക്കുവാനുള്ള കാലഘട്ടമാണ്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ സ്നേഹത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തിൽ ഭയമില്ല, സ്നേഹത്തിൽ വിദ്വേഷമില്ല, സ്നേഹത്തിൽ വെറുപ്പില്ല, സ്നേഹത്തിൽ അഹങ്കാരമില്ല, സ്നേഹത്തിൽ അശുദ്ധിയില്ല, സ്നേഹത്തിൽ കോപമില്ല, സ്നേഹത്തിൽ മാത്സര്യമില്ല, സ്നേഹത്തിൽ വിഭാഗീയതയില്ല, സ്നേഹത്തിൽ കുറ്റപ്പെടുത്തലില്ല, സ്നേഹത്തിൽ അസമാധാനമില്ല. സ്നേഹം, അതാണ് പൂർണ്ണത. ഒരാൾ ദൈവത്തിലെത്തി എന്നതിൻ്റെ അർത്ഥം അയാൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവർ, അതാണ് ഈശോ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരാവുക. ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്, യു വിൽ ബി പെർഫെക്റ്റ്. നിങ്ങൾ പൂർണ്ണരാവുക നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പോലെ. അത് സ്നേഹത്തിലുള്ള പൂർണ്ണതയാണ്. ആ പൂർണ്ണത നമ്മിൽ ഓരോരുത്തരിലും, ആ പൂർണ്ണത, ആ സ്നേഹം ഓരോരുത്തർ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുക. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും സമർപ്പിക്കുക. ദൂരങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ. സക്രിയ 9:11 എഴുതി വെച്ച് വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. സ്നേഹത്തിൻ്റെ ഉടമ്പടിയാൽ, സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യ ശോഭയായി എന്നിൽ തെളിയണേ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സഖറിയ 9:11. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തനിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും.